ഇതാണ് നമ്മുടെ ഹാരി മോന്തേണ്ട അവന്റെ യൂണിക്കോൺ ഉണ്ണിക്കോരൻ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അരെ ഗായ്സ് ദേക്കോ ഗായ്സ്, ഈ ഗ്യാപ്പിൽ നിന്നാണ് അവൻ നോക്കിയ അവന്റെ ഈ വണ്ണം വെച്ച് അവന്റെ 105 കിലോ വെച്ച് അവനെ ഇടയ്ക്കുന്നത് അടിച്ചിട്ട് ഇറങ്ങിയത് കണ്ടോ ഗായ്സ്. അതാണ് നമ്മുടെ ഹരിമോൻ. വാ ദേക്കോ ഹരി. ഇപ്പൊ ടാങ്ക് ഊരുന്നതായിരിക്കും ഹരിമോൻ. തെള്ളിയൂർക്കാവ് ഹരി ഒരു വർക്ക്ഷോപ്പ് ഓണറിന്റെ വീട്ടിൽ വന്നിട്ടാണ് അവൻ ഇത് കാണിക്കുന്നത്. ലേബർ ചാർജ് കുറയ്ക്കാനുള്ള ഒരു കസ്റ്റമറിന്റെ തന്ത്രമാണിത് ഗായ്സ്, തന്ത്രമാണ്. അതാ നമ്മുടെ മെയിൻ ടെക്നീഷ്യൻ, നമ്മുടെ മെയിൻ മുതലാളി, മെയിൻ മെക്കാനിക്, മെയിൻ മുതലാളി, എസ്2 ഗ്യാരേജിന്റെ മുതലാളി ഇറങ്ങിയിരിക്കുകയാണ് ഗൈസ്. ഇത് കാണും നിങ്ങളിത് കാണുക ഗൈസ്, നിങ്ങളിത് കാണുക. എസ്2 ഗ്യാരേജിന്റെ മുതലാളി ഇറങ്ങിയിരിക്കുകയാണ് ഗൈസ്, നിങ്ങളിത് കാണുക. വീണ്ടും നമ്മുടെ ഹാരി വന്നാണ് റെക്ടിഫയർ അടിച്ചിരിക്കുകയാണ് ഗൈസ്. ഹാരി നമ്മുടെ ഹരി അതാ CD യൂണിറ്റ് അടിച്ച് കൈവച്ചിരിക്കുകയാണ് ഗൈസ്. അതാണ് നമ്മുടെ ഹരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ AC ടെക്നീഷ്യൻ മാത്രമല്ല, ഒരു വണ്ടി മെക്കാനിക് കൂടിയാണ് ഗൈസ്. സോബിനാഷാന്റെ ശിഷ്യൻ, S2 ഗ്യാരേജിന്റെ പുതിയ തലമുറയെ വളർന്നു വരുന്ന പയ്യൻ ഗൈസ്. ഇത് കാണുക. സുലൈമാൻജി മാറി നിൽക്കൂ. ഇതാണ് ഹാരി. ഒരു യൂണിക്കോൺ ഇങ്ങനെ ആക്കി കവർ ഇട്ടെടുക്കാൻ ആരെയും കൊണ്ട് സാധിക്കും. അതാണ് ഹാരി ഗൈസ്. ഹാരി നമ്മുടെ എയർ ഫിൽട്ടറൊക്കെ ഊരി എടുത്തിരിക്കുന്ന ഇനി സൈലൻസറും എഞ്ചിനുമാണ് അടുത്ത് ഊരാനായിട്ട് പോകുന്നത്. ഈ ആഴ്ച ഊരുവോ അടുത്ത ആഴ്ച ഊരുവോ നമുക്ക് അറിഞ്ഞുകൂടാ. കഴിഞ്ഞ വീഡിയോ കാണിച്ചിട്ടുണ്ട്. ഹരി വണ്ടി എടുത്തോണ്ടിരുന്നത് നമ്മൾ വീഡിയോ കാണിച്ചിട്ടുണ്ട്. ഇനി ഹരി പറയുന്ന ഹരി എഞ്ചിൻ ഊരുവോ സൈലൻസർ ഊരുവോ നമുക്ക് സംശയമാണ്. ഹരി ഏതാണ് അത് ഊരാൻ പോകുന്നത്? ക്രാഷ് കാർഡാണ് ഊരാൻ പോകുന്നത് കേസ്. അടുത്ത് നമ്മുടെ ഹരി ഊരാൻ പോകുന്നത് ക്രാഷ് കാർഡാണ്. ഇതൊക്കെ ഊരി വെച്ചിട്ട് എന്താണ് ഹരി ഉദ്ദേശിക്കുന്നത്? ഇതെല്ലാം ഊരിട്ട് നീ എന്താണ് ഉദ്ദേശിക്കുന്നത്? അതോടെ പറഞ്ഞു ഞങ്ങൾക്ക് വേണ്ടി. വണ്ടി ഇറങ്ങുമ്പോൾ തിളങ്ങുമെന്നാണ് ഗേസ് നമ്മുടെ ഹരിജി പറയുന്നത്. തിളങ്ങുമെന്നാണ് ഹരി പറയുന്നത്. ഹരി എങ്ങനെയാണ് നമ്മൾ തിളക്കാൻ ഉദ്ദേശിക്കുന്നത്? പെയിന്റ് ചെയ്ത് പ്ലേറ്റ് ചെയ്ത് അങ്ങനെ തിളക്കാനാണ് ഉദ്ദേശിക്കുന്നത്? അതോ നമ്മൾ അങ്ങനെ തന്നെ തിളക്കും? അപ്പൊ ഹരി പറയുന്നത് വണ്ടി പെയിന്റ് ചെയ്ത് പ്ലേറ്റ് ചെയ്യാവുന്നില്ല, പെയിന്റ് ചെയ്ത് ഒക്കെ നമ്മൾ എന്താ പ്ലേറ്റ് ചെയ്ത അയ്യ പാപം. അത് വേണ്ട നമുക്ക് വേറെ ഹാലിലൊന്നും പ്ലേറ്റ് ചെയ്താണ് ഹരി പറയുന്നത്. പഴയ അപ്പച്ചന്മാരെങ്ങനെയാണ് ഈ വണ്ടി കൊണ്ടുവരുന്നത് ആ രീതിയിൽ ഹരിയാക്കി തരുമെന്നാണ് ഹരി പറയുന്നത്. സ്റ്റോക്ക് കണ്ടീഷൻ അതാണ് പറഞ്ഞ അപ്പച്ചന്മാരെങ്ങനെയാണോ കൊണ്ടുവരുന്നത് ആ രീതി ഹരിയാക്കി തരുമെന്നാണ് പറയുന്നത്. എങ്ങനെയാണെന്ന വണ്ടി എന്ന് ചോദിച്ചാൽ പണ്ടിന് കുയിലത്തെ പിള്ളേരെ പോലെ ആയിരുന്നു. മൽകാടില്ലായിരുന്നു, ഫ്രണ്ട് മൽകാടില്ലായിരുന്നു, ഒന്നും ഇല്ലായിരുന്നു. ഇതിന് സൈലൻസറൊക്കെ പേരിന് എവിടെ ഉണ്ടായിരുന്നു, അങ്ങനെ പറയാൻ പറ്റില്ല. കരീഷ്മയുടെ എന്തൊക്കെ ഉണ്ടായിരുന്നാലും പറയുന്നത് നമുക്ക് അറിഞ്ഞുകൂടാ. ഈ വണ്ടി പണിഞ്ഞിറങ്ങുമ്പോൾ രീതിയിലാവും നമുക്ക് നോക്കി കാണാം കേസ്. അടുത്ത വീഡിയോയിൽ നമ്മൾ പിന്നെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും ഹരി അടിക്കുന്നതനുസരിച്ച്. അപ്പം കേസ് നമ്മുടെ ഹരി കൊലപ്പാരയായിട്ടും നടത്തിയിട്ടില്ല, വണ്ടി അടിക്കാൻ നടത്തിയിട്ടില്ല. അവൻ അഴിച്ച് തീർത്തേ പോകത്തുള്ളൂ പറയുന്നത്. നീ എവിടെ വരെ സൈലൻസർ ഉൾപ്പെടെ അഴിച്ച് എന്ത് സൈലൻസർ അഴിക്കും? വേറെ എന്തൊക്കെ അഴിക്കുന്നില്ല പറഞ്ഞേ? കണ്ടോ അഴിച്ചവൻ കൂട്ടിയിരിക്കുന്ന സാധനങ്ങൾ കണ്ടോ? ഫുൾ അവൻ അഴിച്ച് കൂട്ടിയിരിക്കുന്ന സാധനങ്ങളാണ് ഇതൊക്കെ. കണ്ടോ കേസ് ഇവിടെ മുടി ഹരി ബൾബ് അളിന് കൊടുത്തു. എന്റെ പൊന്നളിയ രാത്രി നമ്മുടെ ഹരി ടോർച്ച് അടിച്ചിരുന്ന വണ്ടി പണിയുന്ന കേസ്. കണ്ടോ നമ്മളെ ഹരി ടോർച്ച് അടിച്ചിരുന്ന അങ്ങനെ വണ്ടി പണിയാണ്. സച്ചുമാണ് ടോർച്ച് അടിച്ചു കൊടുക്കുന്ന കേസ്.